മോഡ് ഇട്ടു. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നൈസ് റോഡിലാണ്. അപ്പം സാറ്റർഡേ മോർണിംഗ് ആയതുകൊണ്ട് ചെറിയൊരു ഷോർട്ട് റൈഡിന് വേണ്ടി ഇറങ്ങിയാണ്. ഷോർട്ട് റൈഡെന്ന് പറയാൻ പറ്റില്ല, യൂട്യൂബിലധികം വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ട് വണ്ടി ഒന്ന് ക്ലിയർ ആയിട്ട് കാണിക്കാമെന്ന് വെച്ച് ഇറങ്ങിയാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പ്രാവശ്യം 1 of 1 എന്ന് പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞായിരുന്നു. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമുക്കിന്ന് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വണ്ടി യമഹ ജോൺ അബ്രഹാമിന് ഗിഫ്റ്റ് കൊടുത്ത വണ്ടിയാണ്. ഇതിൻ്റെ പ്രൂഫായിട്ട് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഇൻവോയ്സ്, ഫസ്റ്റ് ഇൻഷുറൻസ്, ടാക്സ് പെയ്ഡ് ഡോക്യുമെൻറ്റ്സ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. സോ ജോൺ അബ്രഹാം വാസ് പ്രീവിയസ്ലി ദ ഓണർ ഓഫ് ദിസ് ബൈക്ക്. അതുകൂടാണ്ട് ഈ കളർ സ്കീം ഇന്ത്യയിൽ ഇറക്കിയിട്ടേ ഇല്ല. ഇത് റേസ് ബ്ലൂ കളർ എന്ന് പറയും. 2014 മോഡൽസിനാണ് ഇത് വന്നത്. ഈ കളർ സ്കീം യൂറോപ്യൻ മോഡൽസിന് വേണ്ടി മാത്രം ഇറക്കിയൊരു കളർ സ്കീമാണ്. നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ അടക്കം ബ്ലൂ ആനോഡൈസ്ഡ്. അങ്ങനെ ഈ വണ്ടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭയങ്കര റെയറായിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് അധികം കാണാൻ കിട്ടത്തില്ല ഈ പെർട്ടിക്കുലർ കളർ സ്കീം. അത് കൂടാണ്ട് ഞാനിതിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഒരു രീതിയിലും സ്റ്റോക്കല്ല. എക്സോസ്റ്റ് നോക്കുവാണെങ്കിൽ ആക്രയുടെ സ്ലിപ്പ് ഓണും സ്കോർപ്പിയോൻ്റെ മിഡ് പൈപ്പും വെച്ചിട്ട് ഫുൾ സിസ്റ്റം ആക്കിയിട്ടുണ്ട്. കൂടാണ്ട് ബ്രേക്ക് സൈഡ്സ് നോക്കുവാണെങ്കിൽ ബ്രംബോ RCS 19, സീറ്റിൻ്റെ അടിയിൽ പവർ കമാൻഡർ 5. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡൈനോജെറ്റിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ പറഞ്ഞായിരുന്നു. ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ടെയിൽ ലൈറ്റാണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് അതിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ്. നമ്പർ പ്ലേറ്റ് ആക്ച്വലി ഓർഡർ ചെയ്ത നമ്പർ പ്ലേറ്റ് ഇതിൽ ഫിക്സ് ആയില്ല. അത് കൂടാണ്ട് ജെൽ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കിപ്പിച്ചത് പൊട്ടിപ്പോവുകയും ചെയ്തു. പിന്നെ കുറേ ആൾക്കാർക്ക് 2010 മോഡൽ R1, അതായത് എൻ്റെ പ്രീവിയസ് R1 ഈ R1 തമ്മിലുള്ള വ്യത്യാസം അത്ര ക്ലിയർ ആയിട്ടില്ല. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്, നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ ഈ ഫ്രണ്ടിൽ ഈ കട്ട് കാണാം. 2011 മോഡൽ R1 വരെ അതില്ലായിരുന്നു. അത് കൂടാണ്ട് ആ LED സ്ട്രിപ്പ് ഇത് 2012 മോഡലോട്ടാണ് വരാൻ തുടങ്ങിയത്. 2012 to 2014 അതാണ് ഒരു മേജർ ചേഞ്ച്. ബാക്കി വണ്ടി ഓൾമോസ്റ്റ് എല്ലാം സെയിമാണ്. ആകെ ഡിഫറൻസ് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്രണ്ടിൽ ഈ പീസ് ഇതിൽ കാണാം, ഇതിൽ ഗ്യാപ്സ് ഉണ്ട്. പഴയ മോഡലിൽ ഈ ഗ്യാപ്പ് ഇല്ലായിരുന്നു. അത് കൂടാണ്ട് 2012 മോഡൽ തൊട്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. നമുക്ക് വണ്ടി കുറച്ച് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം, വെറുതെ വെച്ച് ചൂടാവണ്ട. സോ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിസർവോയർ ആണ് ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. മുമ്പ് TCSൻ്റെ അവിടെ നമുക്ക് ത്രോട്ടിൽ റെസ്പോൺസ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം 6 ലെവൽ ട്രാക്ഷൻ കൺട്രോൾ ഇതിൽ വരുന്നതുകൊണ്ട് ഓരോ ലെവലാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ പഴയ മോഡൽ പോലെ തന്നെ ഇതിലും 3 മോഡ്സ് വരുന്നുണ്ട്, പവർ മോഡ്സ്. അതിൽ പവർ മാറത്തില്ല, ജസ്റ്റ് ത്രോട്ടിൽ റെസ്പോൺസ് മാത്രമാണ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് മോഡലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് മോഡ് മാറ്റാം. ജസ്റ്റ് ത്രോട്ടിൽ വിടണമെന്നേ ഉള്ളൂ. ത്രോട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പം മോഡ് മാറത്തില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് മോഡ് നമുക്ക് ആദ്യം B മോഡിൻ്റെ പുള്ള് കാണിക്കാം. B മോഡിൽ ത്രോട്ടിൽ റെസ്പോൺസ് ഭയങ്കര സ്ലോ ആണ്. കാരണം ഞാനിങ്ങനെ ത്രോട്ടിൽ എടുത്തിട്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് വണ്ടി കയറുന്നത്.
അതേ സമയത്ത് ഞാനത് സ്റ്റാൻഡേർഡ് മോഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡപ്പ് ആവും ടോട്ടൽ റെസ്പോൺസ്. വണ്ടിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് മോഡ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം, ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. വണ്ടിയിൽ വെച്ചിരിക്കുന്ന മോഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രൈസസും ഡീറ്റെയിൽസും. അപ്പോൾ നമുക്ക് കുറച്ചൊരു കാല് സ്ട്രെച്ച് കിട്ടുമ്പോൾ മോഡ് ഇട്ട് നോക്കാം. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് തന്നെ ഞാൻ നോർമലി സ്റ്റാൻഡേർഡ് മോഡലാണ് ഓടിക്കാറ്. കാരണം സ്റ്റാൻഡേർഡ് അത്ര ഒരു മോശമായിട്ടുള്ള മോഡല്ല, ആവശ്യത്തിന് ടോട്ടൽ റെസ്പോൺസ് ഉണ്ട്. നൈസ് റോഡിൽ സാറ്റർഡേ മോർണിംഗ് ആയിട്ടും ആവശ്യത്തിന് ട്രാഫിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാലിയാണെന്ന് തോന്നുന്നു. ത്രോട്ടിൽ വിട്ട് മോഡ് ഇട്ടു. മോഡ് ഇട്ടാലുള്ള പ്രശ്നം ഇതാണ്, ഭയങ്കര ജേർക്കി ആവും ത്രോട്ടിൽ. അതായത് ഭയങ്കര ഇൻസ്റ്റൻ്റ് ആണ്. ഇതിപ്പോൾ സെക്കൻഡിലാണ്, സ്പീഡും കുറവാണ്, എന്നിട്ടും കണ്ടു. നമുക്ക് ഈ എക്സിറ്റ് എടുത്തിട്ട് കറങ്ങി വരും. സോ പഴയ R1-ഉം എൻ്റെ ഈ പുതിയ R1-ഉം തമ്മിൽ സ്റ്റോക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല പെർഫോമൻസിൽ. പക്ഷേ എൻ്റെ R1 നിങ്ങൾക്ക് അറിയാം, അതിൽ സ്റ്റോക്ക് എക്സോസ്റ്റ് ആയിരുന്നു. ലൈക്ക് ലുക്ക് വൈസ് മോഡ്സ് അല്ലാണ്ട് നമ്മൾ പെർഫോമൻസ് മോഡ്സൊന്നും അധികം കയറ്റിയിട്ടില്ലായിരുന്നു. കാരണം കേരളത്തിൽ നിങ്ങൾക്കറിയാം എക്സോസ്റ്റൊക്കെ നല്ല സീനാണ്. സ്റ്റാൻഡേർഡ് മോഡിലോട്ടൊക്കെ ഇട്ടേക്കാം, എന്നാൽ പിന്നെ പതുക്കെ ചില്ല് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ബാംഗ്ലൂർ എക്സോസ്റ്റ് വെച്ചിരിക്കുന്ന അത്ര ഒരു ഇഷ്യൂ അല്ല. കാരണം നമ്മൾ ജസ്റ്റ് വീക്കെൻഡ്സിൽ മാത്രം ഓടിക്കുന്നതുകൊണ്ടും ഇവിടുത്തെ പോലീസുകാർ അത്ര ഇഷ്യൂ ആക്കാറില്ല എക്സോസ്റ്റ്. അതുകൊണ്ടാണ് ഞാനിതിൽ ഫുൾ സിസ്റ്റം വെച്ച് പവർ കമാൻഡർ 5 ഒക്കെ വെച്ച് ട്യൂണൊക്കെ ചെയ്തത്. അപ്പം ഇതിനെന്തായാലും പഴയത് വെച്ച് ഇപ്പം ട്യൂൺ ചെയ്തതിന് ശേഷം പെർഫോമൻസും പവർ ഔട്ട്പുട്ടും എല്ലാം കൂട്ടിയിട്ടുണ്ട്. അത് കൂടാണ്ട് നല്ല രീതിയിൽ വെയിറ്റ് റിഡക്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ആ കണ്ട വീഡിയോ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഞാൻ റിയർ ഫുഡ് പാക്ക് അടക്കം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആണെന്ന് വെച്ചിട്ട് കാലം കുറേ ആയി. ബട്ട് ഒന്നിനും അങ്ങോട്ട് സമയം കിട്ടുന്നില്ല. പിന്നെ എല്ലാ വീക്കെൻഡും ഒരു ദിവസം റൈഡ് പോകാറുണ്ട്. ആ റൈഡ് പോകുന്ന സമയത്ത് നമ്മൾ നല്ല പൊളിച്ചായിരിക്കും ഓടിക്കുന്നത്. പൊളിച്ചോടിക്കുമ്പം ഇതേപോലെ സംസാരിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ നൈസ് റോഡ് എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, അത് എൻ്റെ R3 ആയിരുന്നു. അപ്പോൾ നൈസ് റോഡ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി പൊളിക്കാൻ പറ്റിയൊരു റോഡായിരുന്നു അന്ത കാലത്ത്. അപ്പോൾ വണ്ടി ഓടിക്കണം തോന്നുമ്പോൾ ജസ്റ്റ് നൈസ് റോഡിൽ വരും, ടോൾ എടുക്കും, കയറും, ഒന്ന് വണ്ടി പൊളിച്ച് ഓടിക്കും, തിരിച്ചു പോവും. അതായിരുന്നു. ബട്ട് ഇപ്പം അവർ റോഡൊക്കെ മാറ്റി ഫുള്ള് ഇതേപോലെ കോൺക്രീറ്റ് ആക്കി. പണ്ടൊക്കെ നല്ല ടാറിട്ട റോഡായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം റോഡ് നല്ല ജേർക്കിയാണ്. കാറുകാർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. ബട്ട് നമ്മളെപ്പോലെ ഒരു സൂപ്പർ സ്പോർട്ട് ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ സസ്പെൻഷൻ നല്ല രീതിയിൽ അറിയും ഈ റോഡിൽ അൺഈവൻനെസ്. അത് കൂടാണ്ട് പണ്ട് നൈസ് റോഡിൽ 2017 സ്പീഡ് ലിമിറ്റ് 120 ആയിരുന്നു. ഇപ്പോൾ അവർ കുറച്ചത്
ചില സ്ഥലത്ത് 80 ചില സ്ഥലത്ത് 100 ആക്കിയിട്ടുണ്ട്. ഒരുപാട് ആക്സിഡൻറ്റ്സ് കൂടിയതിന് ശേഷമാണ് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. എൻ്റെ വണ്ടി എന്തുകൊണ്ടാണ് 1 of 1 എന്ന് പറയാൻ കാരണം, ഒന്ന്, ഇതിൻ്റെ ഈ പെർട്ടിക്കുലർ കളർ സ്കീം ഞങ്ങൾക്ക് അധികം എവിടെ കാണാൻ കിട്ടത്തില്ല. കാരണം ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇനി എൻ്റെ ഈ പെർട്ടിക്കുലർ ബൈക്ക് കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ കൂടെ വേറെ ബൈക്സ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എങ്ങനെ പോയാലും 1 or 2 എക്സ്ട്രാ ബൈക്സ് അല്ലാണ്ട് അതിൽ കൂടുതൽ ബൈക്സ് ഇല്ല ഇന്ത്യയിൽ എന്തായാലും. അത് കൂടാണ്ട് ഇതിൽ ചെയ്തിരിക്കുന്ന പെർഫോമൻസ് മോഡ്സും എസ്തെറ്റിക് മോഡ്സും എല്ലാം വെച്ചിട്ടാണ്. എൻ്റെ പഴയ വണ്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതിൽ ഹൈപ്പർ ഷിഫ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര റെയറായിരുന്നു. ബട്ട് ഈ കളർ സ്കീം ഓൾറെഡി ഭയങ്കര റെയറായിട്ടുള്ളൊരു കളർ സ്കീമാണ്. കാരണം ഇത് യൂറോപ്പിൽ മാത്രം ഇറക്കിയതാണ്. അതായത് നിങ്ങൾ US-ലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഏത് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും US-ലും ഈ വണ്ടി ഇറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ US-ൽ ആരുടെ കയ്യിലും ഈ കളർ സ്കീം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു പറയാനുണ്ടായിരുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് ഡിഫറെൻറ്റ് വണ്ടികൾ വെച്ച് വീഡിയോ ചെയ്യാനാണ് പ്ലാൻ. റൈഡ്സ് പോകുന്ന സമയത്ത് അത് നടക്കത്തില്ലെങ്കിലും അല്ലാണ്ട് അതിന് വേണ്ടി സമയം കണ്ടെത്തി ചെയ്യേണ്ടി വരും. ബട്ട് അത് നമുക്ക് ചെയ്യാം. കാരണം 3 വർഷത്തോളം ഒരു വീഡിയോ ഇടാണ്ട് ഇൻആക്റ്റീവായി കിടന്നിട്ടും ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 10,000 ആൾക്കാരെങ്കിലും അത് കാണുന്നുണ്ട്. അതന്നെ എനിക്ക് വേണ്ടി വളരെ വലിയൊരു കാര്യമാണ്. അപ്പം എന്തായാലും ഇനി ബാക്കിയില്ല കുറച്ച് ഡിസ്റ്റൻസ് കൂടെ ഉള്ളൂ. നമുക്കൊന്ന് പൊളിച്ചിട്ട് പോവാം. പൊളിക്കാന്ന് വെച്ചാൽ നോക്കുമ്പോഴത്തേക്ക് ട്രാഫിക്കാണ്. സോ നൈസ് റോഡിൽ മെയിനായിട്ട് ഈ ട്രക്സാണ്, സ്ലോ മൂവിങ് ട്രക്സ്. വണ്ടികളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാനുണ്ട്. ഇതേപോലെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Thank you for watching. Bye bye. See ya.